അള്ളാഹുവിന്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും അധികം നിനക്ക് ഇഷ്ടപ്പെട്ട ആൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. ആ നബി തങ്ങളെ പേരൊന്നങ്ങ് പറഞ്ഞേക്കൂ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന് പറഞ്ഞ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ വാ മുഹമ്മദാ, ഓ ഹബീബായ നബിയേ എന്നൊരൊറ്റ വെടി അങ്ങ് വിളിച്ചു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ രോഗം പൂർണ്ണമായി മാറിപ്പോയി കേട്ടോ. അങ്ങനെയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹത്വം. അവിടുത്തെ പേര് പറയുന്ന സ്ഥലത്തും അവിടുത്തെ എഴുതുന്ന സ്ഥലത്തും അവിടുത്തെ പറയുന്ന സ്ഥലത്തും മലായിക്കത്തുകൾ ഇറങ്ങും. അല്ലാഹുവിന്റെ ത്തിന്റെ അഹ്ലിയാരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച ഒരാൾ, അദ്ദേഹത്തിന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ ചെറുദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പുറത്തു കൊടുത്ത് നരകത്തിൽ നിന്ന് ഇങ്ങോട്ട് ഒഴിവാക്കി. അതുകൊണ്ട് എല്ലാവരും സ്വലാത്ത് വർദ്ധിപ്പിക്കണം, എല്ലാവരും റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പറയുന്നതിനെ വർദ്ധിപ്പിക്കണം, അത് കേൾക്കണം, പഠിക്കണം എന്ന് മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഒരു സ്വലാത്ത് ഞാൻ പറഞ്ഞ രംഗങ്ങളൊക്കെ ഒന്ന് എഴുതിയിരിക്കുന്നത് ചൊല്ലിയാല് സ്വലാത്തുൽ ഫിർദൗസിയ്യ. എളുപ്പത്തിൽ ചെല്ലാൻ പറ്റുന്ന സ്വലാത്താണ്. ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും നിങ്ങളെല്ലാവരും ആ സ്വലാത്ത് ചൊല്ലണം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. ഈ സ്വലാത്ത് എല്ലാവരും ചൊല്ലണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ.